4-5 മാസം മുൻപേ തൃശ്ശൂര് അമ്മയിൽ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എന്നെ ഒരു കൂട്ടി വന്ന് വിളിച്ചോണ്ട് പോയതാണ്. അവിടെ ചെന്നപ്പം തൊണ്ടയ്ക്കാണ് ക്യാൻസർ. 48 വയസ്സ് പ്രായമേ ഉള്ളൂ. ക്രൈസ്തവനായ ഒരു ചേട്ടൻ വന്നു. ചെന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ അധികം ആയുസില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഞാനിപ്പം ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടനൊരു കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഒക്കെ കൊടുത്ത് ഒന്ന് ഒരുക്കിയേറെ കേട്ടോ. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഇപ്പോൾ ഒരു ഒരുക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ഒരു ഒരുക്കം നല്ലതല്ലേ. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? വളരെ സ്നേഹത്തോടെയും തികഞ്ഞ ആത്മാർത്ഥതയോടും കൂടെ എന്നോട് ആ സഹോദരൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഒരു വിവാഹ കുമ്പസാരവും അതിനുശേഷം ഒരു ആദ്യ കുർബാന കുമ്പസാരവും നടത്തിയിട്ടുണ്ട്. വയസ്സ് 48 എത്ര കുമ്പസാരം നടത്തിയിട്ടുണ്ട്? ഒരു വിവാഹ കുമ്പസാരവും ഒരു ആദ്യ കുർബാന കുമ്പസാരവും. മൂത്ത കൊച്ചിൻ്റെ ആദ്യ കുർബാന ഒന്ന് കുമ്പസാരിച്ചു, കല്യാണത്തിന് ഒന്ന് കുമ്പസാരിച്ചു. ഞാൻ ചോദിച്ചു, കുമ്പസാരിക്കണം തോന്നുന്നുണ്ടോ? അതിപ്പോ പ്രത്യേകിച്ച് പാവമൊന്നും എനിക്ക് ഉള്ളതായിട്ട് അറിയില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഹോദരന് വേണ്ടി വെളിപ്പെടുത്തിയ 3 കാര്യങ്ങളും വളരെ കൃത്യമായി ചോദിച്ചപ്പോ അത് 3 സഹോദരനോട് തുറന്നു പറഞ്ഞു. സിസ്റ്റർ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ലാത്തോടത്തോളം ഞാൻ എന്റെ പേർക്ക് തന്നെ എന്റെ അപ്പൻ 12 ഏക്കർ സ്ഥലം വേണ്ടിയിട്ടുണ്ട്. എന്റെ പേർക്ക് ഒരു ലോറിയുണ്ട്. എന്റെ പേരിട്ടുകൊണ്ട് തന്നെ ഒരു ബസ് ഇതിനകടെ ഓടുന്നുണ്ട്. പിന്നെ എനിക്ക് സുന്ദരിയായിരിക്കുന്ന ഈ ഭാര്യയുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. തൽക്കാലം എനിക്കിപ്പോൾ കുമ്പസാരവും വിശുദ്ധ കുർബാനയും കൂതാശകളും ഒന്നും വേണ്ട. തൽക്കാലമൊന്നും വേണ്ട പോലും. തൽക്കാലമൊന്നും വേണ്ട. ഇവിടെ തൽക്കാലം വേണ്ട എന്ന് വയ്ക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൽപ്പനകളുടെ നിരസനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുന്നത്. ഈ കൽപ്പനകൾ രൂപം പ്രാപിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കൃത്യമായി വ്യക്തമായും അരുതുകളുടെ രൂപത്തിലാണ് അല്ലേ? കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അരുത് 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 അരുത്. അരുതുകൾ എപ്പോൾ ആകാമെന്ന് ആകുമോ ആ സമയമാണ് നമ്മളെ സംബന്ധിച്ച് പാപത്തിന് നിമിഷം. കണ്ണുകത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന കൊച്ചിനോട് കൊച്ചിന്റെ അപ്പം പറയുന്നു, മോനെ ആ കത്തി എടുത്ത് കളിക്കരുത്, അപകടം ഉണ്ടാക്കും. കൊച്ചെന്നാ പറയുന്നു? കൊച്ചെന്നാ പറയുന്നു? കൊച്ചുങ്ങൾ എന്നാ പറയും? മമ്മ പറഞ്ഞ മോളെ കത്തി എടുത്തോണ്ട് പോകരുത്, മൂർച്ചയുള്ള കത്തിയാണ്, അപകടം ഉണ്ടാക്കും. മോളെ എന്നാ പറയും? സോറി മമ്മി, എനിക്ക് ഇത് പേരിനോട് ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുമോ കുഞ്ഞെ? ഞാൻ എടുത്ത് നോക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം അല്ലേ? ഞാൻ എടുത്ത് നോക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. പ്രിയപ്പെട്ടവരെ, അരുത് എന്ന് പറയുന്നത് ആകാമെന്ന് എന്റെ മനസ്സാക്ഷിയിൽ, എന്റെ ചിന്തയിൽ, എന്റെ ബുദ്ധിയിൽ എപ്പോൾ ഉദിക്കുന്നു അവിടെ പാപത്തിന്റെ നിമിഷം കടന്നു വരാണ്. ഈ കടന്നു വരുന്ന നിമിഷമാണ് എന്നെ ചതിക്കുകയും എന്നെ കൊല്ലുകയും എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വ്യക്തികളുണ്ട് ഹൃദയത്തിന്റെ വിഗ്രഹമായി ഉള്ളിന്റെ ഉള്ളറകളിൽ സൂക്ഷിക്കുന്നത്. ചിലർക്ക് വിഗ്രഹം എന്ന് പറയുന്നത്, 1-ാം സ്ഥാനം എന്ന് പറയുന്നത് പണമാണ്. പണം എങ്ങനെ ജീവിച്ചാലും വേണ്ടിയല്ല, പണം എനിക്ക് ഉണ്ടാക്കണം. അതിപ്പോ അവരുടെ കഴുത്തറത്തിട്ടാണല്ലോ, ബ്ലേഡ് പരിശീലന കൊടുത്തിട്ടാണല്ലോ, അതിന് മാറ്റിയിട്ടാണല്ലോ, കൊള്ളയെടുത്തിട്ടാണല്ലോ, അവരുടെ ചോര ബാക്കി കുടിച്ചിട്ടാണല്ലോ, ശരി, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ജീവിക്കാൻ സുന്ദരമായി ജീവിക്കാൻ പണം കിട്ടിയാൽ മതി. ചിലരെ സംബന്ധിച്ച് മറ്റു ചിലർക്ക് ധനം പല രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് വിട്ടിട്ട് കിടക്കുന്നത് 9 വണ്ടി. ഈ സഹോദരി ഭാര്യ പറഞ്ഞു, സിസ്റ്ററെ ഇയാളുടെ ഭ്രാന്ത ഈ വീട്ടിൽ കാണും, ഇയാൾ വണ്ടിയില്ല, എവിടെ വണ്ടി കിട്ടിയാലും എല്ലാ കല്യാണം ശരി മേടിച്ചു കൊണ്ടിരിക്കും. ഇത് വണ്ടി ഇങ്ങനെ കിടക്കാൻ വെച്ചിട്ട് ദൈവവും അഹുലിയെ സംബന്ധിച്ച് വണ്ടി 1-ാം സ്ഥാനം കൊടുത്തിരിക്കുക. വണ്ടിക്ക് ചിലറുണ്ട് കൂട്ടുകാര് അല്ലേ? കൂട്ടുകാര് പാവത്തിന്റെ സാഹചര്യങ്ങൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു അല്ലേ?
വചനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ജീവിക്കണം. അതാണ് ഒരു ക്രൈസ്തവന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. തിരുവചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരുവന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പൊ ദൈവമല്ലാത്ത മറ്റേതെങ്കിലും ഒന്നാം സ്ഥാനം കൊടുത്താൽ അത് ഭൗതിക വസ്തുക്കൾക്കായിക്കൊള്ളട്ടെ, വ്യക്തികൾക്കായിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഒന്നാം സ്ഥാനം ഭർത്താവ്, അല്ലെ ഭാര്യ, അല്ലെ മക്കൾ, പലർക്കും പലതും കൊടുക്കും. ചിലർക്ക് മദ്യം ഒന്നാം സ്ഥാനം അവിടെയാ. എന്നാ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എങ്ങനെയുണ്ടെങ്കിലും മദ്യം, അതില്ലാത്ത ഒരു പരിപാടിയില്ല. ഒന്നാം സ്ഥാനം അതിനവിടെ കൊടുക്കുകയാ, ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനം. പ്രിയപ്പെട്ടവരെ, അരുതുകളുടെ ലംഘനം പാപമായി എന്റെയും നിന്റെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുത എന്ന് പറഞ്ഞാൽ അരുത എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. അരുത എന്ന് പറഞ്ഞാൽ ആകാമെന്ന് പറയരുത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പെൺകൊച്ച് ഒന്നേ ഉള്ളൂ, അതാ ജീവിച്ച് അതിനെ വളർത്തി വലുതാക്കിയപ്പോ ഒരു ഹിന്ദു ചെറുക്കന് കൂടെ കൂട്ടുകൂടി ഇറങ്ങിപ്പോകാൻ നേരത്ത് അപ്പൻ അനുഗ്രഹിച്ചു വിടുവോ കൊച്ചിനെ? ഇവിടെ ഇരിക്കുന്ന അപ്പന്മാര് പറഞ്ഞേ, മോളെ എന്നാ പറയും? പിടിയല്ല, അല്ലെ മോളെ അരുതി നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എത്ര അരുതായ്മകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും മക്കൾ കഴിച്ചു പോകുന്ന കണ്ടാൽ നിങ്ങൾ സഹിക്കില്ല. അറിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയഭാവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കിക്കട്ടെ. തൊമാ അല്ലെങ്കിൽ പൗലോസേ, എടാ അരുതടാ എന്ന് ദൈവം പറയുമ്പോ ആ കാലത്ത് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ വിലക്കുന്നുണ്ട്. ഈ ക്യാൻസർ ആയ ചേട്ടനുണ്ടല്ലോ, തൊണ്ടയ്ക്കാണ് ക്യാൻസർ, ഒന്നും വരുന്നില്ല, മദ്യത്തിന്റെ ഉസ്താദായിരുന്നു. ആശുപത്രി കിടന്നുകൊണ്ട് യുദ്ധം, നേഴ്സുമാരോടും ഡോക്ടർമാരോടും ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം. ഇയാൾ പറഞ്ഞ് ഒരു ദിവസം ജീവിക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ കുട്ടിയെ സന്തോഷമായിട്ട് ജീവിച്ചോളാം, ഞാൻ മരിച്ചോട്ടെ, സമയമാണ് ഞാൻ പോകട്ടെ. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഒന്നാം സ്ഥാനം അവിടെ കൊടുത്തേക്കുക. ഒന്നാം സ്ഥാനം നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഇറക്കിവിടേണ്ടുന്ന, വിട്ടുകളയേണ്ടുന്ന വിഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ എടുത്തു മാറ്റണം. പാപമാണത്. ഉപസാരവേദിയിലേക്ക് പറയേണ്ടുന്ന പാപമാണത്. അങ്ങനെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമല്ലാത്തതിനും സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ ആരാധിക്കുന്നവരുണ്ട്, അല്ലെ? സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ ആരാധിക്കുന്നു. ഭൗതിക നേട്ടത്തിന് വേണ്ടി, സാമ്പത്തിക സുഖത്തിന് വേണ്ടി, ഭൗതിക ഇച്ഛകൾക്ക് വേണ്ടി അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവര്. രാജപുരം എന്ന് പറയുന്ന ഒരു ഇടവകയുണ്ട് കാസർഗോഡ്. ആ പള്ളിയില് അവരുടെ വാർഷിക ധ്യാനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ കുറെ സ്റ്റെപ്പ് കയറിയാണ് പള്ളിയിലേക്ക് പോവുക. ആ പള്ളിയുടെ അടയിലേക്കുമ്പോൾ അതിന് നേരെ സൈഡിലായിട്ട് ഒരു ഹിന്ദുവിന്റെ വീടുണ്ട്. അവിടെ ധ്യാനത്തിന്റെ 3-ാം ദിവസം ഈ സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പള്ളിയുടെ അടുത്ത് ജീവിക്കുന്ന ഒരു സഹോദരനാണ്. പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് വരും, തിരുനാളുകൾക്ക് വരും, നവേനകൾക്ക് വരും, വളരെ ഭക്തിയായിട്ട് ജീവിക്കുക. ഇയാൾ കൊന്തയിലും വിശുദ്ധരങ്ങൾ വായിക്കും. പക്ഷേ ഈ സഹോദരന്റെ അപ്പന്റെ പണി എന്നറിയാവോ? മന്ത്രം ചരട് കെട്ടി മന്ത്രിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഓതിക്കെട്ടുക എന്നുള്ള നമ്മൾ പറയും. അത് ചെയ്യുകയാണ് ഈ മനുഷ്യൻ. ഇയാളുടെ അടുത്ത് എല്ലാ കൂട്ടരും വരും. മുസ്ലിംസ് വരും, ക്രിസ്ത്യൻസ് വരും, ഹിന്ദുക്കൾ വരും, എല്ലാ കൂട്ടരും വരും ഈ സംഗതി ജയിക്കാൻ വേണ്ടി. ഈ സഹോദരൻ പറയും, ഓരോ ജീപ്പും വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കും, കൊന്തയുള്ള ചേട്ടന്മാരുടെ വണ്ടിയാണോ, ഇറങ്ങി വരുന്ന ചേട്ടന്മാരുടെ കയ്യിൽ കൊന്തയുണ്ടോ, യേശു ക്രിസ്തുവേ ഇവരോട് നീ തന്നെ കൊടുക്കണമെന്ന് ഈ സഹോദരൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. വീട്ടിലെ മൂത്തവനായിരുന്നു ഇവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഒരു ദിവസം ഒരു വണ്ടി ആള് വന്നിറങ്ങി, നല്ല മാന്യന്മാര്, മനസ്സിലായി ക്രിസ്ത്യാനി നമ്മുടെ സഭയിൽ കത്തോലിക്ക സഭയിലെ ചേട്ടന്മാരാണ് വരുന്നത് കാര്യം കുടിക്കാൻ. വന്ന് കുടിക്കാത്തവർ കയറി സാധനങ്ങളെല്ലാം നിരത്തി ഓടിക്കിട്ടുന്ന സമയത്ത് ഇവൻ തൊട്ടപ്പുറത്തെ മുറിയിൽ പോയി തിരുവചനം തുറന്ന് 51-ാം സങ്കീർത്തനം ഒച്ചത്തിൽ വായിച്ചു പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ അച്ഛൻ ചെയ്യാൻ പോകുന്നതൊന്നും ഇവർക്ക് വേണ്ടി ശരിയാകില്ലേ? ബൈബിൾ വായിക്കുന്നതിന് കൊണ്ടുപോകുന്നത് അച്ഛദേവമായ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. ഉടനെ അപ്പൻ മുറിയിൽ ഇറങ്ങി വന്ന മകന്റെ മുറിയിൽ മുട്ടിയപ്പോ പാവം തോന്നുന്നു. ഉടനെ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിന്റെ ദൈവത്തെ കൊണ്ട് തക്കാലം 1 മണിക്കൂർ നേരത്തെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാമോ? ഇവിടെ ചോദിക്കുക, നീ നിന്റെ ദൈവത്തെയും കൊണ്ട് 1 മണിക്കൂർ സമയത്തെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാമോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകുന്നില്ലെന്ന് അവന് പോലുമുള്ള വിശ്വാസം. ഈ ക്രിസ്ത്യാനി ചേട്ടനില്ല, വിശ്വാസം പോയേക്കുക. ഒരു നാണവും